والذين يرمون المحصنات ثم لم يأتوا بأربعة شهداء فاجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم والذين يرمون أزواجهم ولم يكن لهم شهداء إلا أنفسهم فشهادة أحدهم 4 شهادات بالله إنه لمن الصادقين والخامسة أن لعنة الله عليه إن كان من الكاذبين ويدرأ عنها العذاب أن تشهد 4 شهادات بالله إنه لمن الكاذبين والخامسة أن غضب الله عليها إن كان من الصادقين ولولا فضل الله عليكم ورحمته وأن الله تواب حكيم إن الذين جاءوا بالإفك عصبة منكم لا تحسبوه شرا لكم بل هو خير لكم لكل امرئ منهم ما اكتسب من الإثم والذي تولى كبره منهم له عذاب عظيم لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين لولا جاءوا عليه ب4 شهداء فإذ لم يأتوا بالشهداء فأولئك عند الله هم الكاذبون കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞ ആയത്ത് അതായത് അവരവരുടെ ശരീരവും മുതലും സ്വർഗത്തിന് പകരം കൊടുക്കുക എന്നതാണ്. അപ്പം സ്വർഗത്തിന് പകരം നമ്മുടെ മുതല് കൊടുക്കാൻ കഴിഞ്ഞാൽ, മുതലിൽ നിന്ന് കൊടുക്കാൻ കഴിഞ്ഞാൽ, മുതല് മുഴുവനും കൊടുക്കാന്നല്ല, മിൻ അംവാലി, നിങ്ങളെ മുതലിൽ നിന്ന് നിങ്ങൾക്ക് വല്ലതും കൊടുക്കാൻ കഴിഞ്ഞാൽ അത് അഫവും ആഫിയത്തുമുള്ള മുതലായിരിക്കും. ഒരു ആഫിയത്തുള്ള മുതലായിരിക്കും അത്. അതോടൊപ്പം അത് മുഖേന നിങ്ങൾക്ക് എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ അടുക്കൽ എന്നുള്ള മാപ്പ് ലഭിക്കുകയും ചെയ്യും. അതാണ് ആ ആയത്തിൽ നമുക്ക് അഫവും ആഫിയത്തും നമുക്കതിൽ കാണാൻ കഴിയുന്നത്. ഇതില് ഈ 111 മുതലുള്ള ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. ഇനി ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ വരിക. അപ്പൊ ഇതില് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, മുതല് ഒരു പരീക്ഷണമാണ് എന്ന് തിരിച്ചറിയുന്നവർക്ക് മാത്രമേ അതുകൊണ്ടുള്ള അഫവും ആഫിയത്തും ലഭിക്കുള്ളൂ. മുതല് ഒരു പരീക്ഷണമാണ്,
ഇത് തിരിച്ചറിയാൻ കഴിയണം. കാരണം മുതൽ അള്ളാഹു നമുക്ക് നൽകിയതാണ്. അള്ളയാണ് നമുക്കത് തന്നത്. ആ തന്ന അള്ളാഹു നമ്മളെ കയ്യിൽ അത് ഏൽപ്പിക്കുമ്പോൾ പറയുന്നത് ഇത് നിങ്ങൾക്കൊരു പരീക്ഷണമാണ് എന്നാണ്. അപ്പൊ എങ്ങനെയാണ് അത് പരീക്ഷണമാവുക? അത് നമ്മൾ മനസ്സിലാക്കണം. അത് കുറെ മുതൽ കൊടുത്തവർക്ക് മാത്രം അത് പരീക്ഷണമാണെന്നല്ല പറഞ്ഞത്. ഇല്ലാത്തവർക്കും അതെന്താണ്? പരീക്ഷണമാണ്. അപ്പൊ പരീക്ഷണമാണ് എന്ന കാര്യം എത്രമാത്രം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നവോ, അഥവാ അതിന്റെ അർത്ഥത്തിലും വ്യാപ്തിയിലും ഉൾക്കൊള്ളാൻ കഴിയും. മുതൽ പരീക്ഷണമാണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥവും വ്യാപ്തിയും കേവലം ഒരു പരീക്ഷണം എന്ന് പറഞ്ഞു പോകാതെ അത് ഏതൊക്കെ അർത്ഥത്തിൽ അതിന്റെ വ്യാപ്തി എത്രയൊക്കെ ഉണ്ട് എന്ന് അറിയുന്ന ഒരാൾക്ക് ആ മുതലിനെ അഫും ആഫിയത്തുമുള്ള മുതലാക്കി മാറ്റാൻ കഴിയും. അപ്പൊ നമുക്ക് ഇനി നോക്കാനുള്ളത് അതാണ്. നമ്മുടെ സൂറത്ത് അൻഫാലിലെ ആയത്തുകളാണ് നോക്കേണ്ടത്. 8-ാമത്തെ അധ്യായം. സൂറത്ത് അൻഫാലിലെ 27-ാമത്തെ ആയത്ത് മുതൽ നോക്കാം. വായിച്ചോളി. ഖുർആനിലെ 7 ആയത്തുകൾ നമ്മൾ അർത്ഥം മനസ്സിലാക്കിയിട്ട് അതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഓതുകയാണെങ്കിൽ അല്ലെങ്കിൽ ഖിറാഅത്ത് കേൾക്കുകയാണെങ്കിൽ ശരിക്ക് അതിന്റെ ഒരു ഇജാസ്, ഒരു അമാനുഷികമായ ഒരു ശക്തി ശരിക്ക് നമുക്ക് ബോധ്യപ്പെടും, തിരിച്ചറിയാൻ കഴിയും. ഇപ്പൊ ഈ പറയുന്ന ആയത്തുകളൊക്കെ നമ്മൾ പറഞ്ഞു വരുന്ന ഒരു വിഷയത്തിന്റെ നമ്മുടെ മുതലിലെ അഫും ആഫിയത്തുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു വിഷയത്തില് അത് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അള്ളാഹു പറയുന്ന ഈ ഓതി വെച്ച 4-5 ആയത്തുകൾ ശരിക്കും ഒരു ചരിത്രത്തെ, ഒരു നമ്മുടെ മുന്നിൽ ഒരു സംഭവത്തെ ഇങ്ങനെ കാണിച്ച് തന്നിട്ട്
അത് ഒരു കാര്യം നമ്മളെ മുന്നിൽ അള്ളാഹു കാണിച്ച്, നമ്മുടെ ദൃഷ്ടിയുടെ മുന്നിൽ കാണിച്ച് തന്നിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരവസ്ഥയാണ്. നമുക്ക് കാണിച്ചു തന്നിട്ട് നിങ്ങൾ നോക്കി 26-ാമത്തെ ആയത്ത് അള്ളാഹ് പറയുന്നത്, കൈവച്ചോളൂ വായിക്കുന്നുണ്ട്, വദ്കുറു നിങ്ങൾ ഓർക്കണം. എല്ലാത്തിനും വാക്കാണ്. വദ്കുറു നിങ്ങൾ ഓർക്കണം, നിങ്ങൾ മറക്കരുത്. നമ്മളൊക്കെ നമ്മളെ മക്കളോടും കുടുംബത്തോടും നമ്മളെ പ്രിയപ്പെട്ടവരോടൊക്കെ നമ്മൾ ഗുണകാംക്ഷയോട് കൂടിയിട്ട് നമ്മൾ പറയുന്ന ചില വാക്കുകളുണ്ട്. നമ്മളെപ്പോഴും പറയാം, മറക്കരുത് മക്കളെ, അല്ലെ? എന്താ പറയാ? മറക്കരുത് മക്കളെ, ഓർക്കണം, എപ്പോഴും ഓർക്കണം എന്ന് നമ്മൾ പറയുന്ന ഒരു സ്നേഹത്തോടു കൂടിയുള്ള ഒരു വളരെ വശ്യമായ ഒരു ശൈലിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമിലൂടെ നമ്മളെ പറയുന്ന കാര്യം, വദ്കുറു നിങ്ങൾ ഓർക്കണം. ഇത് അൻതും ഖലീലുൻ, നിങ്ങൾ കുറച്ചു പേർ മാത്രമുണ്ടായിരുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ഇത് അൻതും ഖലീലുൻ, നിങ്ങൾ കുറച്ചു പേര് മാത്രമായിരുന്ന ഒരു സന്ദർഭം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലഘട്ടത്തിലെ ആദ്യത്തെ കാലഘട്ടമാണ്. അപ്പൊ നബിന്റെ ജീവിതവും നബിന്റെ കാര്യങ്ങളും സഹാബത്തിന്റെ ജീവിതവും നമുക്ക് പടച്ചോൻ കാണിച്ചു തരണേ, ഖുർആനിലൂടെ കാണിച്ചു തരണേ. അപ്പൊ പറയാണ് വദ്കുറു, അവരോടാ പറയണം, നമ്മളോടല്ല. അവരെ ആരാന്ന് ആലോചിക്കണം. എത്രമാത്രം ശക്തമായ ഈമാനിന്റെ അവകാശികളായിരുന്നു അവർ നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. അപ്പൊ എന്താണെന്ന് പറയുന്നത്, വദ്കുറു നിങ്ങൾ ഓർക്കണം. ഇത് അൻതും ഖലീലുൻ, നിങ്ങൾ വളരെ കുറച്ചു പേര് മാത്രം ഉണ്ടായിരുന്ന ഒരു സന്ദർഭം. മുസ്തഅഫൂന ഫിൽ അർളി, ഭൂമിയിൽ നിങ്ങൾ ബലഹീനരായി ഗണിക്കപ്പെട്ടിരുന്നു. ഭൂമിയിൽ നിങ്ങൾ ബലഹീനരായി ഗണിക്കപ്പെട്ട ഏതാനും കുറച്ചു പേർ മാത്രമുണ്ടായിരുന്ന ഒരു സന്ദർഭം നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ ആയത്ത് പിൽക്കാലത്താണ് ഇറങ്ങുന്നത്. സൂറത്തുൽ അൻഫാൽ മദനിയാണ്. ഇത് ആദ്യ കാലഘട്ടത്തിലെ ജീവിതത്തെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. നിങ്ങൾ വളരെ കുറച്ചു പേരുണ്ടായിരുന്നുള്ളൂ, അതും നിങ്ങൾ ദുർബലരായി ഗണിക്കപ്പെട്ടിരുന്നു. കാരണം എന്താ പറഞ്ഞാൽ അത്രയും പട്ടിണി പാവങ്ങളും അടിമകളും ഇതൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി തഹാഫൂന, ആ അവസ്ഥയെ കുറിച്ച് അള്ളാഹ് പറയാണ്. എന്തായിരുന്നു അവസ്ഥ എന്നറിയാം? ആ അവസ്ഥന്റെ ഭീകരത എന്താണ്? തഹാഫൂന, നിങ്ങൾക്ക് പേടിയായിരുന്നു, നിങ്ങൾക്ക് ഭയമായിരുന്നു. എന്തിന്? അൻ യതഹത്തഫഹുമുന്നാസു, അൻ യതഹത്തഫകുമുന്നാസു, ജനങ്ങൾ നിങ്ങളെ റാഞ്ചിയെടുത്ത് കളയുമെന്ന് പേടിയായിരുന്നു. ആ ശൈലി നോക്കി, നിങ്ങളെ റാഞ്ചിയെടുത്ത് ജനങ്ങൾ കൊണ്ടുപോകുമോ എന്നുള്ള പേടിയായിരുന്നു. ഈ റാഞ്ചിയെടുക്കാൻ എന്തൊക്കെ വാക്കാണ് പ്രയോഗിക്കാൻ ആലോചിക്കുന്നത്? എന്തൊക്കെ വാക്ക്? റാഞ്ചി എടുക്കാൻ എന്നാൽ നിങ്ങൾ ആലോചിച്ചത്, ഒരു തള്ളക്കോഴി, അതിന്റെ കൂടെ കുറെ ചെറിയ 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 മക്കൾ, അതിറ്റൊക്കെ എന്തിനാ പറ്റിയ ആ കോഴിക്കുഞ്ഞുങ്ങൾ ഒരു പരുന്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജീവിയോ അതിനെ തട്ടിയെടുത്ത് റാഞ്ചിക്കൊണ്ടുപോകുന്നതിനെ പേടിക്കുന്ന അത്രയും ഒരു ദുർബലരായ അത്രയും ആ രൂപത്തിലുള്ള അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത് ഓർമ്മപ്പെടുത്തണം. ജനങ്ങൾ നിങ്ങൾ റാഞ്ചിയെടുത്ത് കളയുമോ എന്ന് നിങ്ങൾ ഭയപ്പെട്ടിരുന്നു. അങ്ങനെ പേടിച്ചിരുന്ന സന്ദർഭം. ദുർബലരായി നിങ്ങൾ ഗണിക്കപ്പെട്ടിരുന്നു. വളരെ കുറച്ചു പേരെ നിങ്ങൾ ഉണ്ടായിരുന്നു. എന്താ ഉണ്ടാക്കിയത്? എന്തിനത് പറഞ്ഞത്? അള്ളാഹു നിങ്ങൾക്ക് അഭയം നൽകി. അവൻ നിങ്ങൾക്ക് അഭയം നൽകി. നിങ്ങൾക്ക് ശക്തി നൽകി. ബിനസ്രിഹി, അവന്റെ സഹായം കൊണ്ട്. അള്ളാഹു അവന്റെ സഹായം കൊണ്ട് നിങ്ങൾക്ക് ശക്തി നൽകി, നിങ്ങൾക്ക് അഭയം നൽകി. ആ സഹായം കൊണ്ട് ശക്തി നൽകുക എന്നൊക്കെ പറഞ്ഞാല് ബദർ യുദ്ധവും അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു അവന്റെ സഹായം കൊണ്ട് നിങ്ങൾക്ക് ശക്തി നൽകി, നിങ്ങൾക്ക് അഭയം നൽകി. ബാക്കി ഏറ്റവും വിശിഷ്ടമായത് നിങ്ങൾക്ക് അവൻ അന്നമായി ഉപജീവനമായി നൽകുകയും ചെയ്തു. നിങ്ങൾക്ക് നിങ്ങളുടെ ഉപജീവന മാർഗത്തിൽ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഉപജീവനമായി നൽകുകയും ചെയ്തു. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായി തീരാൻ വേണ്ടി. നിങ്ങൾ നന്ദിയുള്ളവരായി തീരാൻ വേണ്ടി. എന്താണെന്ന് അറിയാം? ഒന്നുമില്ലാതിരുന്ന, ഒരു അധികാരമില്ല, സ്ഥാനമില്ല, സ്വത്തില്ല, മുതലില്ല, ആ ശരീരത്തിന് ആരോഗ്യമില്ല, കുടുംബക്കാരുമില്ല, ബന്ധുക്കളുമില്ല, ഒന്നുമില്ലാത്ത മനുഷ്യന്മാർ. കാരണം എന്താണ്? എല്ലാവരും ആട്ടിപ്പുറത്താക്കി, വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്, നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്, ഒറ്റപ്പെട്ടവരാണ്, സ്വത്തില്ല, മുതലില്ല, ഒന്നുമില്ലാത്ത ആൾക്കാരാണ്. അല്ലാഹു തആല അവർക്ക് അഭയം കൊടുത്തു. അവർക്ക് നല്ല ഉപജീവന മാർഗം അല്ലാഹു കൊടുത്തു. അങ്ങനെ അവർ കുറേശ്ശെയായി പടിപടിയായിട്ട് അങ്ങനെ അവർ മെച്ചപ്പെട്ടു വന്നു.
അതൊക്കെ നിങ്ങൾ ആ ഒരു ജീവിതത്തിന്റെ ഒരു രീതി കാണിച്ചു തരാം. നിങ്ങളൊന്ന് ആലോചിച്ച് എത്ര ആളുകൾ ഇങ്ങനെ പ്രയാസപ്പെട്ട അവസ്ഥയിൽ നിന്ന്, കഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന്, നാട്ടിൽ ഒന്നുമല്ലാതിരുന്നൊരവസ്ഥയിൽ നിന്ന് പല ആളുകളും വിദേശത്തേക്ക് പോയി, നാട് വിട്ടുപോയി, വീട്ടിൽ നിന്ന് പോയി, കുറെ കാലമായിട്ട് പിന്നെ അവർ നാട്ടിലില്ലാതെയായി. അങ്ങനെ ഒക്കെ ഒന്നുമില്ലാതിരുന്ന, പിടിച്ചു നിൽക്കാൻ പറ്റാതിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് അവർ പോയി. അങ്ങനെ അല്ലാഹു തആല അവർക്ക് കുറേശ്ശെ മെച്ചങ്ങൾ കൊടുത്തു. അല്ലാഹു ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ കൊടുത്തു. തളർച്ചകൾ പലതും കണ്ടവരാണ് അവർ, തകർച്ചകൾ കണ്ടവരാണ്, ഇല്ലായ്മകൾ അനുഭവിച്ചവരാണ്, പട്ടിണി കിടന്നവരാണ്, കഷ്ടപ്പെട്ടവരാണ്, മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ പ്രയാസപ്പെട്ടവരാണ്. അവസാനം എന്തായി? അല്ലാഹു അവരെ സഹായിച്ചു, അഭയം കൊടുത്തു. ഇപ്പൊ സ്വത്തായി, മുതലായി, എല്ലാമായി. അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ബാക്കി യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, ഇതൊക്കെ ഈമാനുള്ളവരോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, മുഅ്മിനീങ്ങളെ, ലാ തഖൂനുല്ലാഹ വറസൂല, അല്ലാഹുവിനോടും റസൂലിനോടും നിങ്ങൾ വഞ്ചന കാണിക്കരുത്. അള്ളാഹിനോടും റസൂലിനോടും നിങ്ങൾ വഞ്ചന കാണിക്കരുത്. അള്ളാഹുവിന്റെ റസൂലിനോട് വഞ്ചന കാണിക്കാൻ ഇതൊക്കെ തന്ന അള്ളയും റസൂലും, ആ അള്ളയും റസൂലും പറഞ്ഞത് കേൾക്കാതെ അവനെ ധിക്കരിച്ച് ജീവിക്കുക, അത് വഞ്ചിക്കലാണ്. മാത്രമല്ല അമാനാത്തിക്കും, നിങ്ങളിൽ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളോടും നിങ്ങൾ വഞ്ചന കാണിക്കരുത്. വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിന് മുതലുണ്ട്, പദവികളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, കുടുംബമുണ്ട്, മക്കളുണ്ട്, അങ്ങനെ കുറെ അമാനത്തുകളുണ്ട്. ആ അമാനത്തുകളോട് നിങ്ങൾ എന്ത് ചെയ്യരുത്? വഞ്ചന കാണിക്കരുത്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നവരായിക്കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇതിനോടൊന്നും നിങ്ങൾ ഉത്തരവാദിത്തങ്ങളോട് നിങ്ങൾ വഞ്ചന കാണിക്കുകയും ചെയ്യരുത്. നോക്കി, ഈ ഒരു സംഭവം പറഞ്ഞതിന് ശേഷം നമ്മളെ കണ്ടന്റ് ഞാൻ പറയാൻ പോണത്, നമ്മളെ വിഷയം പറയാൻ പോവാം. നമ്മളെന്താ പറഞ്ഞു തുടങ്ങിയത്? എന്താ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്? മുതല് ഒരു ഫിത്നയാണ്, പരീക്ഷണമാണ് എന്ന് അത് നമ്മൾ തുടങ്ങിയത്. മുതലൊരു പരീക്ഷണമാണ് എന്നത് അർത്ഥത്തിലും വ്യാപ്തിയിലും ഉൾക്കൊള്ളണം. അങ്ങനെ ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് ആ മുതലിനെ അഫും ആഫിയത്തുള്ള മുതലാക്കി മാറ്റാൻ പറ്റുന്ന പറഞ്ഞത്. അതിലേക്കാണ് ഈ വരണത്. ഇനി നോക്കി, ഈ സംഗതി പറഞ്ഞു വെച്ചിട്ട് അല്ലാഹ് പറയുന്ന ശൈലി നോക്കി കണ്ടാ, അല്ലാഹു തആല ഓരോ വാക്കുകൾ ഖുർആന്റെ മുന്നിൽ ഇങ്ങനെ ഒന്ന് ഒറ്റക്കൊന്ന് ഒഴിഞ്ഞിരുന്നു നോക്കി, ഒന്ന് മനസ്സ് തുറന്നു വെച്ച് ഖുർആന്റെ മുന്നിൽ ഇരുന്നിട്ട് അതിന്റെ ഓരോ പദങ്ങൾ വരെ, പ്രയോഗങ്ങൾ വരെ, ഓരോ വിഷയം പറയുന്നിടത്തുള്ള പ്രയോഗങ്ങൾ വരെ അത്ഭുതമായിട്ട് നമുക്ക് തോന്നും. ഈ ഒരു വിഷയം നമ്മളെ മുന്നിൽ അല്ലാഹ് പറഞ്ഞിട്ട് പറയാ വഅലമൂ, കാരണം ആ വാക്കിനെ നിങ്ങൾ നന്നായി അറിയണം. വഅലമൂ, നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കേണ്ടത്? അന്നമാ അംവാലുക്കും, തീർച്ചയായും നിങ്ങളെ മുതല്, ഔലാദുക്കും, നിങ്ങളെ മക്കള്, ഫിത്നത്തുൻ, അത് പരീക്ഷണം തന്നെയാണ്. നിങ്ങളെ മുതല്, നിങ്ങളെ മക്കള് നിങ്ങൾക്ക് പരീക്ഷണം തന്നെയാണ് എന്ന് നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. വഅന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ഇൻദഹു, അവന്റെ അടുക്കലാണ് അജ്റുൻ അദീം, മഹത്തായ പ്രതിഫലമുള്ളത്. അല്ലാഹുവിന്റെ അടുക്കലാണ് മഹത്തായ പ്രതിഫലമുള്ളത് എന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇപ്പൊ എന്തെങ്കിലും മനസ്സിലായി? ഞാൻ ആദ്യം എന്താ പറഞ്ഞത്? പരീക്ഷണം എന്ന് പറഞ്ഞാൽ കുറെ മുതലുള്ളവർക്ക് മാത്രം പരീക്ഷണമെന്നല്ല, മറിച്ച് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും, ഇല്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് ഉണ്ടാക്കിയവർക്കും, ഉണ്ടായ അവസ്ഥയിൽ നിന്ന് ഇല്ലാതെയായവർക്കും മനസ്സിലാക്കണം. അങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്ന് മുതലുണ്ടാക്കിയ ആൾക്കാർക്കും, എല്ലാം ഉണ്ടായതിൽ നിന്ന് ഒന്നുമില്ലാതെയായ ആൾക്കാർക്കും ഒക്കെ എന്താണ്? മുതല് പരീക്ഷണം തന്നെയാണ് എന്ന് മനസ്സിലാക്കി വെക്കണം. അതുകൊണ്ട് എന്താ വേണ്ടത്? ഈ രണ്ട് അവസ്ഥയും മനുഷ്യന്മാർക്ക് ഉണ്ടാകും, അല്ലെ? ഉണ്ടാവൂലേ? ഈ രണ്ടവസ്ഥ ആർക്കുണ്ട്? മനുഷ്യന്മാർക്കുണ്ട്. എന്നാ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ രണ്ടവസ്ഥയുമുള്ള ആളുകളോട് ഇനി അല്ലാഹു പറയാൻ പോണ കാര്യം എന്താ? എന്താ ഇനി വേണ്ടത്?
എന്താ വേണ്ടത്? നമ്മള് ഇത് ഉള്ളത് നിലനിന്ന് കിട്ടണം, നഷ്ടപ്പെടാതെ പോകണം, ഇല്ലാത്തത് ഉണ്ടായി കിട്ടണം. ഇനി അത് മാത്രല്ല, ഇല്ലായ്മയാകട്ടെ ഉള്ള അവസ്ഥയാകട്ടെ, എന്ത് വേണം? പടച്ചോന്റെ മാപ്പ് കിട്ടണം, പൊറുക്കല് കിട്ടണം. കാരണം ദിട്ടിച്ചു പോവല്ലോ, പൊറുക്കല് കിട്ടണം. ഇതുവരെ സംഭവിച്ചതൊക്കെ പടച്ചോൻ മാപ്പാക്കി തരണം. ഇതല്ലേ വേണ്ടത് അല്ലെ? ഇതല്ലേ വേണ്ടത്? അതുണ്ടാകുമ്പോഴല്ലേ ഈ ആഫിയത്തും കിട്ടുള്ളൂ മുതലോ. അപ്പം അതിന് ഇനി എന്താണ് വേണ്ടത്? വേറൊന്നും വേണ്ട, നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അല്ലാഹു ഒരു കാര്യം പറഞ്ഞ പരിഹാരമുള്ള പറയും. അതിന്റെ പ്രത്യേകത ഒരു കാര്യം പറഞ്ഞതിന്റെ പരിഹാരം പറയും. അതാണ് അടുത്ത ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ, ഇൻ തത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ യജ്അൽ ലക്കും ഫുർഖാന, അല്ലാഹു നിങ്ങൾക്കൊരു മാർഗം കാണിച്ചു തരും. സുബ്ഹാനല്ലാഹ്. എന്താണ്? ഇൻ തത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ. നമ്മൾ പറയണേ, എന്ത് മുതലാണ് ഉസ്താദ്? എനിക്ക് ഇത്ര കടം, ഇത്ര ബാധ്യത, ഇത്ര മുതൽ അവിടെ കൊടുക്കാൻ, ഇത്ര മുതൽ ഇവിടെ കൊടുക്കാൻ, എത്ര മുതൽ പോയി, ഞാൻ തുടങ്ങിയതൊക്കെ എനിക്ക് നഷ്ടമാണ്, തുടങ്ങിയതൊക്കെ പോയി, ഒന്നുമില്ല, എല്ലാം പ്രയാസമാണ്, എല്ലാം നഷ്ടം മാത്രമാണ്. ഒരാള് പറയാം, വേറൊരാള് പറയണ അങ്ങനൊന്നുമല്ല, എനിക്ക് പടച്ചോനൊക്കെ തന്നിട്ടുണ്ട്, തൊട്ടതൊക്കെ എനിക്ക് പൊന്നാക്കി തന്നിട്ടുണ്ട്, എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലെ? രണ്ടുണ്ട്. ഈ രണ്ട് വിഭാഗം, രണ്ട് തരത്തിലുള്ള അവസ്ഥയിൽ. എങ്കിൽ അല്ലാഹ് പറയാം, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് ഒരു മാർഗം കാണിച്ചു തരും. ഇല്ലാത്തവരെ വിഷമിക്കണ്ട, സങ്കടപ്പെടണ്ട. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ മതി, അല്ലാഹു ഒരു മാർഗം കാണിച്ചു തരും. ഇതിന്റെ പേരിലൊന്നും ടെൻഷൻ അടിച്ച് ജീവിക്കണ്ട. ബാക്കി നിങ്ങളെ തിന്മകളൊക്കെ പടച്ചോ നിങ്ങൾക്ക് മാപ്പാക്കി തരും. നിങ്ങൾക്ക് അവൻ മാപ്പ് നൽകും, പുറത്തു തരും. നിങ്ങളെ തിന്മകളൊക്കെ മായ്ച്ചു കളഞ്ഞ് നിങ്ങൾക്ക് പുറത്തു തരും. അതാണ് വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. അല്ലാഹു മഹത്തായ അനുഗ്രഹമുള്ളവനാണ്. അല്ലാഹു എത്ര ഫദ്ൽ നൽകിയാൽ അല്ലാഹുവിന്റെ ഫദ്ൽ തീരൂല. അല്ലാഹു മഹത്തായ ഫദ്ലിന്റെ ഉടമസ്ഥനാകുന്നു എന്നാണ്. അപ്പൊ ഈ ആയത്തുകൾ ശരിക്കും നമ്മളെ മുന്നിൽ ഒരു സംഭവത്തെ, ഒരു കാലഘട്ടത്തിന്റെ കഥയെ പറഞ്ഞു തന്നിട്ട് ഇന്നത്തെ നമ്മുടെ അവസ്ഥയിലേക്ക് പഠിച്ച് നമ്മൾ അതേമാതിരി കൊണ്ടുവരികയാണ്. ഇനി ഇത് അർത്ഥം മനസ്സിലാക്കിയിട്ട് ആയത്തിന് ഒതുക്കി, ഈ ആശയം മനസ്സിലാക്കിയിട്ട് ആയത്തിന് ഒതുക്കി. تخافون أن يتخطفكم الناس فآواكم وأيدكم بنصره ورزقكم من الطيبات لعلكم تشكرون. يا أيها الذين آمنوا لا تخونوا الله والرسول وتخونوا أماناتكم وأنتم تعلمون. واعلموا أنما أموالكم وأولادكم فتنة وأن الله عنده أجر عظيم. يا أيها الذين آمنوا إن تتقوا الله يجعل لكم فرقانا ويكفر عنكم سيئاتكم ويغفر لكم والله ذو الفضل العظيم. അല്ലാഹുവിലേക്ക് അടുക്കാൻ, അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മളെ മതിലുകൊണ്ട് സാധിക്കുന്നു. നമ്മൾ ചിന്തിക്കേണ്ട സംഗതിയാണ്. അല്ലാഹു പറയുന്നത്, നിങ്ങൾക്ക് തന്ന മുതല് കൊണ്ട് ഒരിക്കലും ആ മുതലുണ്ട് എന്ന് കരുതി ഒരിക്കലും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കലേക്ക് അടുക്കാൻ കഴിയില്ല.
കാരണം എന്താണ്? ഒരു പണക്കാരൻ, ഒരു സമ്പന്നൻ, ആ പണക്കാരനായ ഒരാൾ ഒരു സമ്പന്നനായ ഒരാളുമായി അയാളെ തൃപ്തിപ്പെടുത്തി അങ്ങനെ അയാളുമായിട്ട് അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മനസ്സിലാണ്ട് പറഞ്ഞു. ഒരാൾക്ക് അത് ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം എന്താണെന്ന് വെച്ചാല്, ഒരാൾക്ക് പൈസ മുതലൊക്കെ ഉണ്ടായപ്പോ കുറെ ആൾക്കാർ അയാളെ ചുറ്റും പൈസ മുതലൊക്കെ ഉണ്ടായപ്പോ കുറെ ആൾക്കാരെ ചുറ്റും. അള്ളാഹ് ഒരിക്കലും നിങ്ങൾ അങ്ങനെ കണക്കാക്കണ്ട. നിങ്ങളെ മുതൽ ഇങ്ങനെ നോക്കിയിരിക്കണോനാണ് പഠിച്ചത്. മുതലുള്ളവന്റെ എടുത്തിട്ട് പഠിച്ചവൻ ഇങ്ങനെ അത് ഒരു എന്താ പറയാ, സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മാതിരിയുള്ള ഒരു അവസ്ഥ ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. കാരണം എന്താണ്? ഈ മുതൽ നിങ്ങളെ ഏൽപ്പിച്ചവനാണ് ആര്? അവന്റെ ഉടമസ്ഥനാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? മുതലിലൂടെ നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റും. മനസ്സിലായിട്ട് പറഞ്ഞത്? അതെങ്ങനെയാണ്? അള്ളാഹു തൃപ്തിപ്പെട്ട മാർഗത്തിൽ ചിലവഴിക്കും. മാത്രമല്ല, ചിലവഴിക്കൽ മാത്രമല്ല, അള്ളാഹു എങ്ങനെ സമ്പാദിക്കണമെന്ന് പറഞ്ഞു അതേപോലെ സമ്പാദിക്കുന്നു, എങ്ങനെ സമ്പാദിക്കരുതെന്ന് പറഞ്ഞു അതേപോലെ സമ്പാദിക്കാതിരിക്കുന്നു, ആ രംഗത്ത് സൂക്ഷ്മത പാലിക്കുന്നു. ഇങ്ങനെ ഉണ്ട് എങ്കിൽ അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയും. അതല്ലാതെ കുറെ മുതലുള്ള ആൾക്കാരോടൊക്കെ അള്ളാഹ്ക്ക് ഭയങ്കര ഒരു അടുപ്പാണെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. അതൊരു ആഫിയത്തുള്ള മുതലാണെന്നും കരുതണ്ട. നിങ്ങൾ സൂറത്ത് സബ മറിക്കണം. സൂറത്ത് സബ 34 34. അതിലെ 37ാമത്തെ ആയത്താണ് നമുക്ക് വായിക്കേണ്ട ആയത്ത്. 37. അതിലെ 34ാമത്തെ ആയത്ത് മുതൽ വായിച്ചു. 34 മുതൽ വായിച്ചു.
വളരെ വലിയ ഒരുപാട് ആശയങ്ങൾ പറയുന്ന ആയത്തുകളാണ്. നമ്മളെ മനസ്സിന്റെ ഉള്ളിലുണ്ടാകുന്ന ഒരുപാട് ചോദ്യങ്ങൾക്കൊക്കെ ഈ ആയത്തുകളിൽ മറുപടി ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അള്ളാഹു പറയുന്നത് പിന്നെ മനുഷ്യന്മാർക്ക് അള്ളാഹു ഭൂമിയിൽ മനുഷ്യനെ പടച്ച നാള് മുതൽ അന്ന് മുതൽ കൊടുത്തിട്ടുണ്ട്. ഭൂമിയിലുള്ള മുതൽ മുഴുവനും ആർക്കാണ്? ഭൂമിയിൽ കോടാനും കൂടി ജന്തുക്കളില്ലേ? ഭൂമിയിൽ കോടാനും കൂടി ജീവജാലങ്ങളില്ലേ? അല്ലേ? ഈ ഭൂമിയിലുള്ള മുതൽ മുഴുവൻ ആർക്കാണ് അത് ഏൽപ്പിച്ചത്? മനുഷ്യർക്കാണ്. അല്ലെ? മനുഷ്യനാണ് കൈകാര്യം ചെയ്യുന്നത്. മുതൽ കൈകാര്യം ചെയ്യുന്ന മനുഷ്യനാണ്. എത്രയോ ഭൂമിന്റെ അവകാശികൾ മനുഷ്യന്മാർ മാത്രമല്ല, എത്രയോ ജീവജാലങ്ങൾ ജന്തുക്കളുണ്ട്. ഇതിലുള്ളത് മുഴുവൻ മനുഷ്യനെ ഏൽപ്പിച്ചത്. അപ്പൊ കാലഘട്ടങ്ങൾ മുതലെയുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു വേണം. അപ്പൊ ഈ സുഖലോലുപന്മാരായ ആൾക്കാർ, സുഖലോലുപന്മാരെന്ന് ആരായിരിക്കും? ഈ മുത്തറഫീങ്ങൾ ആരായിരിക്കും? ഖുർആനിൽ പറഞ്ഞ മുത്തറഫീങ്ങൾ ഉണ്ട്. മുത്തറഫീ എന്ന് പറഞ്ഞ വാക്ക് ഖുർആനിലുണ്ട്, പഠിച്ചോക്കണ്ടി. മുത്തറഫീ സുഖലോലുപന്മാർ. സുഖലോലുപന്മാരെന്ന് പറഞ്ഞാൽ സുഖിക്കലാരാണ്? കണ്ടമാനം പൈസ ഉള്ളവരെ സുഖിക്കുക അല്ലെ? സുഖലോലുപന്മാരെന്നാണ്. അവര് ഈ പ്രവാചകന്മാര്, മുന്നറിയിപ്പുകാര്, താക്കീതുകാര് അവരിലേക്ക് വരുമ്പോൾ ഈ സുഖലോലുപന്മാരായ ആൾക്കാർ പറഞ്ഞ ചില പ്രതികരണങ്ങളുണ്ട്. അത് ഓർമ്മപ്പെടുത്തുക. അല്ല കൂടുതൽ മുതൽ കൊടുത്ത ആൾക്കാർ സുഖിച്ചിട്ട് അവർ പറഞ്ഞ വാക്ക് വമാ അർസൽനാ ഫീ ഖറിയത്തിൻ മിൻ നദീരിൻ. കണ്ടാ? വമാ അർസൽനാ ഫീ ഖറിയത്തിൻ മിൻ നദീരിൻ. ഏതൊരു ഗ്രാമത്തിലേക്കും ഏതൊരു നാട്ടിൽ നാം ഒരു താക്കീതുകാരനെ അയച്ചാലും ആ താക്കീതുകാരൻ ആരായിരിക്കും? ഒരു നാട്ടിലേക്ക് അയക്കുന്ന താക്കീതുകാരൻ, അള്ളാഹ് അയക്കുന്ന താക്കീതുകാരായിരിക്കും? പ്രവാചകന്മാരൻ. ഇല്ലാ കാല മുത്തറഫൂഹ. അവിടെ ഉണ്ടായിരുന്ന സുഖലോലുപന്മാർ പറയാതിരുന്നിട്ടില്ല. അതാണ് മുത്തറഫീങ്ങൾ. അവിടെയുള്ള സുഖലോലുപന്മാർ എന്താ പറഞ്ഞത്? ഇന്നാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ. നിങ്ങൾ ഏതൊരു കാര്യവുമായിട്ടാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്, നിങ്ങൾ നിയോഗിക്കപ്പെട്ടത്, ആ കാര്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കൂല. നിങ്ങൾ എന്തേറ്റാണോ അങ്ങോട്ട് വന്നത് ആ കാര്യം ഞങ്ങൾ അതുകൊണ്ടൊന്നും വിശ്വസിക്കൂല എന്ന് ഈ സുഖലോലുപന്മാര് പറയാതിരുന്നിട്ടില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? അവര് പറഞ്ഞു. വായിക്ക, ആയത്ത് വായിക്ക. അക്സറു അംവാല. കണ്ട, അവര് പറഞ്ഞ വാക്കതാണ്, ഞങ്ങൾ കണ്ടമാനം സ്വത്തുള്ള ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്. വഖാലു, അവര് പറഞ്ഞു നഹ്നു അക്സറു അംവാലൻ, കണ്ടമാനം കണക്കില്ലാത്ത മുതലുള്ള ആൾക്കാരെ ഞങ്ങൾ. വൗലാദൻ, ഞങ്ങൾക്ക് ഒരുപാട് മക്കളുണ്ട്. ഒരു വലിയ കുടുംബം ഞങ്ങൾ. കുറെ മക്കൾ എന്ന് പറയുന്നത് 100 മക്കൾ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഒരു വലിയ കുടുംബമാണ് ഞങ്ങൾ. ഒരുപാട് മുതൽ ഞങ്ങൾക്കുണ്ട്. വലിയ തറവാട്ടേര ഞങ്ങൾ. ഈ തറവാട് പറയുന്നത്, തറവാട്ടേരെന്ന് പറയുന്നത് അതാണ് അക്സറു അംവാലൻ വൗലാദൻ എന്ന് പറഞ്ഞത്. ഞങ്ങള് വലിയ തറവാട്ടേരാണ്, ഞങ്ങൾ വലിയ മുതലുള്ള ആൾക്കാരാണ്. വമാനഹ്നു ബിമുഅദ്ദിബീൻ, ഞങ്ങൾ ശിക്ഷിക്കപ്പെടുന്നില്ല, ഞങ്ങൾ ശിക്ഷിക്കപ്പെടുന്നവരൊന്നുമല്ല എന്നവർ പറഞ്ഞു. ബാക്കി എന്നാ പറയുക, ഇന്ന റബ്ബി യബ്സുത്തു റിസ്ക ലിമൻ യശാ. അല്ലാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അവനാണ് അവന്റെ റിസ്ക് വിശാലാക്കുന്നത്. വയഖ്ദിറു, അവനത് പരിമിതപ്പെടുത്തുകയും ചെയ്യും. ഉള്ളവർക്കൊക്കെ ഇല്ലാതാക്കാൻ ആർക്ക് പറ്റും? അള്ളാഹ്ക്ക് പറ്റും. വലാകിൻ അക്സറൻ നാസി ലാ യഅലമൂൻ, ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ല. വലാകിൻ അക്സറൻ നാസി ലാ യഅലമൂൻ, ഭൂരിപക്ഷം ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊരു അറിവില്ല, ഇതൊന്നും അറിയാത്തവരാണ്. ബാക്കി അപ്പൊ നമ്മൾ പറഞ്ഞ വിഷയം നിങ്ങളെ മക്കളാവട്ടെ മുതലാകട്ടെ ബില്ലത്തി തുഖരിബുക്കും ഇൻദനാ സുൽഫ, നിങ്ങളെ സമ്പത്തും നിങ്ങളെ സന്താനങ്ങളും നമ്മുടെ അടുക്കൽ നിങ്ങൾക്ക് സാമീപ്യമുണ്ടാക്കി തരുന്നവരല്ല. നമ്മുടെ അടുക്കൽ നിങ്ങൾക്കൊരു സാമീപ്യവും നിങ്ങളെ മുതലും കൊണ്ട് കിട്ടുമെന്ന് വിചാരിക്കണം. കുറെ മുതലും മക്കളും വലിയ തറവാടാന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യണ്ട, അള്ളാന്റെ അടുക്കിലേക്ക് അടുത്തോലാന്ന് വിചാരിക്കണ്ട. നീ അങ്ങക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം പറഞ്ഞു. നിങ്ങളവിടെ ഉണ്ടാവും എനിക്കറിയില്ല. നമ്മളെ നാട്ടിലൊക്കെ ഈ ഖബർസ്ഥാനുള്ള ജുമാഅത്ത് പള്ളി ഉണ്ടാവും.
ജുമാഅത്ത് പള്ളിയില് പള്ളിനോട് ചാര അല്ലെങ്കിൽ നടന്നു വരുന്ന വഴിയിലൊക്കെ ഈ പള്ളിയേറ്റ് ഏറ്റവും അടുത്ത് കബറടക്കലാരെ അല്ലേ? പള്ളിന്റെ ഏറ്റവും അടുത്തൊക്കെ കബറടക്കലാരെയാണ്? നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് വലിയ മുതലിലുള്ള പണക്കാരെ. നമ്മള് സാധുക്കളൊക്കെ മരിച്ചാൽ പുതിയ പറമ്പപ്പുറത്ത് ഇത്തോടത്ത് 1 കിലോമീറ്റർ അങ്ങോട്ടും ഉണ്ടോ. ഇവിടെ കുറച്ച് റിസർവേഷൻ തന്നെ പള്ളിന്റെ പരിസരത്ത് വെച്ച് അതായിരിക്കാൻ നാട്ടിലെ കാരണന്മാർക്ക് തറവാടികൾക്ക് വലിയ തറവാടുള്ള ആൾക്കാർക്ക് സ്വത്ത് മുതലൊക്കെ ഉള്ള ആൾക്കാർക്ക് പള്ളിന്റെ അടുത്ത് പള്ളി ആരെ വിടാ എന്നാ മനസ്സിലാക്കിക്കോളി. നിങ്ങൾ മുതലുണ്ട് തറവാടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അള്ളാഹുവിനടുത്ത് നിങ്ങൾക്ക് സാമീപ്യം കിട്ടൂല. പള്ളിന്റെ തൊട്ടടുത്ത് കബറുണ്ടാക്കിയൊന്നും കാര്യം ഉണ്ടാവില്ല. പള്ളിന്റെ തൊട്ടടുത്ത് പള്ളി ചാര കബറുണ്ടായിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, നമ്മുടെ ഈമാനും നമ്മുടെ തഖ്വയുമാണ് അള്ളാഹുവിലേക്ക് നമ്മൾ അടുപ്പിക്കേണ്ടത്. അല്ല നമ്മുടെ സ്ഥാനം പദവിയും മുതലൊന്നുമല്ല. അവിടുത്തെ ഏറ്റവും വലിയ തറവാടികളായിരുന്നു അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അല്ലെ? വലിയ തറവാടികൾ, വലിയ സമ്പന്നന്മാർ. എന്തുണ്ടായത്? അവർക്കൊന്നും ഒരു തകരാറും വന്നിട്ടില്ല. അവർക്കൊക്കെ ആ പദവിയും സ്ഥാനവും ഒക്കെ ഉണ്ടായി. പക്ഷേ അതിന്റെ കൂടെ അവർക്ക് എന്തുകൂടി ഉണ്ടായി? ഈമാനും തഖ്വയും കൂടി ഉണ്ടായി. അതാണ് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക. ബാക്കി ഇല്ലാമൻ ആമന വഅമില സ്വാലിഹൻ. ഈമാൻ ഉണ്ടാകണം, നല്ല കർമ്മങ്ങൾ ചെയ്യണം. ഫൗലൈക ജസാഉഹും ജസാഉൽ ളുഫി ബിമാ അമിലു. പ്രവർത്തിച്ചതിന്റെ ഇരട്ടി കൊടുക്കും. പ്രവർത്തിച്ചതിന്റെ ഇരട്ടി കൊടുക്കും. വഹും ഫിൽ ഉർഫാത്തി ആമിനൂൻ. അവർ ഉന്നത സൗധങ്ങളിൽ നിർഭയരായി കഴിയുന്നവരായിരിക്കും. സ്വർഗത്തിലെ ഉന്നത സൗധങ്ങളിൽ നിർഭയരായി കഴിയുന്നവരായിരിക്കും. അവിടെയാണ് നല്ല വീട്, നല്ല നിർഭയത്തുള്ള വീടും തറവാടും ഒക്കെ കിട്ടേണ്ടത് അവിടെയാണ്. അവിടെ അവർ നിർഭയരായി കഴിയുന്നവരായിരിക്കും. ബാക്കി അള്ളാഹ് പറയാണ്, നമ്മളെ തോൽപ്പിക്കാനായി നമ്മുടെ ആയാത്തുകളെ ദൃഷ്ടാന്തങ്ങളെ എതിർക്കുവാൻ ശ്രമിക്കുന്നവരാരോ അവർ ശിക്ഷയിൽ ഹാജരാക്കപ്പെടുക തന്നെ ചെയ്യും. ബാക്കി വായിച്ചോളെ. ഇന്ന റബ്ബി യബ്സുത്തു റിസ്ക ലിമൻ യശാഉ മിൻ ഇബാദി. അവന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ റിസ്ക് വിശാലാക്കി കൊടുക്കും. ബാക്കി വയഖ്ദിറു ലഹു. അവൻ ഉദ്ദേശിക്കുന്നവരിൽ അവർ പരിമിതിപ്പെടുത്തുകയും ചെയ്യും. ബാക്കി അതാണ് പോയിന്റ്. അതാണ് വമാ അൻഫഖ്തും മിൻ ഷൈ. എന്തൊന്നും നിങ്ങൾ ചെലവാക്കുന്നുണ്ടോ ഫഹുവ യുഖ്ലിഫു. അല്ലാഹു അതിന് പകരം നൽകും. എങ്ങനെ? നിങ്ങൾ വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ ഫഹുവ യുഖ്ലിഫു മിൻ ഷൈഇൻ വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫു. നിങ്ങൾ എന്തൊന്ന് ചെലവഴിക്കുന്നുണ്ടോ അതിന് പകരം അത് കൊടുക്കും. നിങ്ങൾ 10,000 കൊടുത്തു, 10,000 പക്ഷപ്പുറത്ത് നിങ്ങൾക്ക് വേറെ തരും. നിങ്ങൾ കൊടുക്കാതെ പിടിച്ചു വെച്ചു വിചാരിച്ചോ, ആ 10,000 വേറെ വൈക്ക് ചെലവോ. മനസ്സിലാണ്ട? പടച്ചോൻ നമ്മളെ മുതൽ ഏൽപ്പിച്ച നമ്മളെ മുതലിന്റെ ഉടമസ്ഥനായ പടച്ചോനാ പറഞ്ഞത്, നിങ്ങൾ എന്തൊന്ന് ചെലവഴിച്ചാലും പടച്ചോൻ നിങ്ങൾക്ക് അതിന് പകരം നൽകും. നമ്മളൊരു പള്ളിക്ക് ഇപ്പൊ കക്കാട് പള്ളിയുടെ പ്രോജക്റ്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. നമ്മൾ കൊടുക്കാൻ ഒരു 2 സ്ക്വയർ ഫീറ്റ് കൊടുത്താൽ അതിന് വേണ്ടി നമ്മളൊരു 5,000 രൂപ കൊടുത്തു, 4 സ്ക്വയർ 10,000 രൂപ കൊടുത്തു. പടച്ചോ നമ്മളെ മുതൽ പകരം വേറെ തരും. അതുണ്ടായിട്ട് നമ്മൾ പിശുക്കി കാണിച്ചാൽ എന്താ ഉണ്ടാകുന്നത്? ആ 10,000 നമ്മൾ വേറൊരു മാർഗത്തിൽ കൂടെ പടച്ചോനത് ചെലവാക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സംഗതി, എന്തെങ്കിലും ഒരു മാർഗം, ഒരു വഴി ആ സമയം അവിടെ വരും. പടച്ചവൻ നിങ്ങൾ എന്ത് ചെലവാക്കിയാലും പടച്ചവൻ പകരം തരാതിരിക്കൂല. അത് നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ ചെലവാക്കുന്നത് നമ്മളെ മനസ്സിലെപ്പോഴും വേണ്ടതാണ്. അതിന് വേറൊരു മാർഗത്തിലൂടെ പടച്ചവൻ നമ്മളെ കയ്യിലേക്ക് അത് എത്തിക്കും. വഹുവ ഖൈറുർ റാസിഖീൻ. ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാരാണ്? അല്ലാഹു. അപ്പൊ ഈ 2 ആയത്തുകളാണ്, ഈ 2 സൂറത്തിലെ ആയത്തുകളാണ് നമുക്കിന്ന് ഈ വിഷയവുമായിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ അതിന്റെ അഫും ആഫിയത്തും പറഞ്ഞത്, ഒന്ന് ഫിത്നയാണ് എന്നത് കൃത്യമായി അതിന്റെ അർത്ഥത്തിലും വ്യാപ്തിയിലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. രണ്ടാമത്തെ കാര്യം
എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു വഴി പടച്ചോൻ നമുക്ക് കാണിച്ചു തരും. നമ്മളെ മുതലിൽ നമ്മൾ ചെലവാക്കുമ്പോൾ പടച്ചോൻ നമുക്ക് അതിന് ആഫിയത്തിനെ മുതലാക്കി തരും. നമുക്കതിനെ മാപ്പ് പടച്ചോൻ നൽകും എന്ന് മാത്രമല്ല, അതിന് പകരം പടച്ചോൻ നമുക്കത് നൽകുകയും ചെയ്യും. പരലോകത്തെ പ്രതിഫലമാണെങ്കിൽ അതിന് ഇരട്ടിയായി പടച്ചോൻ നൽകുകയും ചെയ്യും. ഇപ്പൊ ഇത് രണ്ടും ഈ ഒരു വഴി കാണുമ്പോൾ നമുക്കത് അഫും ആഫിയത്തുമുള്ള മുതലായിട്ട് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. മുആജിസി എന്ന് പറഞ്ഞാൽ അള്ളാഹനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. വല്ലതിനെ യസ്ഔന ഫീ ആയാതിന മുആജിസീന. അത് മുഹാജിരികളല്ല, മുആജിസീന. അതായത് പിന്നെ ഖുർആനിൽ അത് വേറെ തന്നെ ഒരു തദബ്ബുർ ചെയ്യുന്ന വിഷയമാണ്. വമാ അൻതും ബിമുഅ്ജിസീൻ, നിങ്ങൾ അള്ളാഹനെ തോൽപ്പിക്കാൻ കഴിയുന്നവരല്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അള്ളാഹനെ തോൽപ്പിക്കാൻ കഴിയാന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. അത് ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്. ഒരുപാട് ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി അള്ളാഹനെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുന്നാണ്. അള്ളാഹനെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹനെ തോൽപ്പിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? അള്ളാഹനെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇന്റെ സ്വത്തുകൊണ്ടും മുതലുകൊണ്ടൊക്കെ ഞാൻ എനിക്ക് തോന്നിയ മാതിരിയൊക്കെ ജീവിക്കും, അതിന് എന്ത് ചെയ്യണ്ട, ആരും നിയന്ത്രണങ്ങളൊന്നും വെക്കണ്ട എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് അള്ളാഹനെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവര്. അവർ ശിക്ഷയ്ക്ക് ഹാജരാക്കപ്പെടുക തന്നെ ചെയ്യും. പരസ്യമായിട്ട് അള്ളാഹനെ വെല്ലുവിളിക്കുന്ന ആൾക്കാരുണ്ട്. അള്ളാഹന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്. പടച്ചോനെ കളിയാക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെ? പടച്ചോനെ കളിയാക്കാൻ, ഖുർആനെ കളിയാക്കാൻ വേണ്ടി ഖുർആൻ ക്ലാസ് എടുക്കുന്നവരുണ്ടല്ലോ. അല്ലേ? ജബ്ബാർ മാഷ് ഖുർആൻ ക്ലാസ് ആണ്. ജബ്ബാർ മാഷ് എടുക്കുന്ന ഖുർആൻ ക്ലാസ് എന്തിനാ? അള്ളാഹനെ കളിയാക്കാൻ, ഖുർആനെ പരിഹസിക്കാൻ. അപ്പോ ശിക്ഷയ്ക്ക് ഹാജരാക്കപ്പെടുക തന്നെ ചെയ്യും. ഒരു സംശയമൊന്നുമില്ല. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. നമ്മള് പിന്നെ ഒരു സംശയം ഒരാൾ ചോദിച്ചിട്ടുണ്ട്. ആ സംശയത്തിന് മറുപടി കൂടി പറയാം. പിന്നെ ഒരു മുസ്ലിമായ മനുഷ്യൻ നമ്മുടെ സാന്നിധ്യം നമ്മൾ പങ്കെടുക്കേണ്ട, ഒരു മുഅ്മിനായ മനുഷ്യൻ പങ്കെടുക്കേണ്ട, നമ്മുടെ സാന്നിധ്യം ഉണ്ടാകേണ്ട സ്ഥലങ്ങളുണ്ട്. നമ്മുടെ സാന്നിധ്യങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്ത സ്ഥലങ്ങളും ഉണ്ട്. ഇപ്പൊ ശിർക്ക് നടക്കുന്ന ഒരു സ്ഥലം, പരസ്യമായ ബിദ്അത്തുകൾ നടക്കുന്ന ഒരു സ്ഥലം, ഒരിക്കലും നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകാൻ പാടില്ല. ശിർക്കും ബിദ്അത്തും നടക്കുന്ന സ്ഥലത്ത് നമ്മുടെ സാന്നിധ്യം, നമ്മുടെ കുടുംബത്തില് വീട്ടില് ഒരു മൗലിദ് കഴിക്കുകയാണ്, അതിന് ബന്ധപ്പെട്ട പരിപാടി നടക്കുകയാണ്, ബിദ്അത്താണ്, നമുക്കറിയാം, പഠിച്ചിട്ടുണ്ട്. നമ്മളവിടെ പോകാൻ പാടില്ല, പങ്കെടുക്കാൻ പാടില്ല. അത് നമ്മളെ വിളിച്ചാൽ സ്നേഹത്തോടു കൂടി അത് നിരസിക്കും. സ്നേഹത്തോടു കൂടി നിരസിക്കും. ഇനി ഷിർക്ക് വരുന്ന ഒരു ഷിർക്കിന്റെ ഒരു പരിപാടി എന്തായിരിക്കും? നമ്മളെ വീടിന്റെ അടുത്തുള്ള ഒരു നേർച്ചയാണ്, ഉത്സവമാണ്, ഇതൊക്കെ എല്ലാം ഷിർക്കായിട്ട് ബന്ധപ്പെട്ടതാണ്. ആയിട്ട് ബന്ധപ്പെട്ട പരിപാടിക്ക് നമ്മളെ വിളിച്ചാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്നേഹത്തോടു കൂടി ആ ക്ഷണം നിരസിക്കണം. പിന്നീട് കുറച്ച് അനാചാരങ്ങൾ, അതായത് അനാചാരങ്ങൾ എന്ന് പറഞ്ഞാല് ശിർക്കുമല്ല ബിദ്അത്തുമല്ല, പക്ഷേ ദീനില് പിന്നെ അത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അങ്ങനെ ചില കാര്യങ്ങൾ, ഉദാഹരണത്തിന് പിന്നെ ഒരു വിവാഹത്തോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകൾ, വിവാഹത്തോടനുബന്ധിച്ച് നടക്കേണ്ട ചടങ്ങുണ്ട്, നടക്കാൻ പാടില്ലാത്ത ചടങ്ങുണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഓരോന്ന് പുതിയത് ഉണ്ടാക്കി വരുന്നുമുണ്ട്. അപ്പൊ അതിൽപ്പെട്ട ഒന്നാണ് മിഠായി കൊടുക്കുന്നത്. ഇപ്പൊ മിഠായി കൊടുക്കുന്ന പരിപാടി എന്ന് പറഞ്ഞിട്ട് മിഠായി കൊടുക്കൽ ചടങ്ങ് എന്ന് പറഞ്ഞിട്ട് ചടങ്ങ് സംഘടിപ്പിക്കുകയാണെങ്കിൽ, അങ്ങനെ സംഘടിപ്പിച്ചിട്ട് നമ്മളെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആരാണോ നമ്മളെ വിളിച്ചത് അവരോട് നമ്മൾ അതെന്ത് ചടങ്ങാന്ന് ചോദിക്കണം. എന്ത് ചടങ്ങാന്ന് ചോദിക്കണം. കാരണം അങ്ങനെ ഒരു ചടങ്ങ് എന്തില്ല, ഈ വിവാഹവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കുക, ഹദിയ കൊടുക്കുക, ഒരു ഹദിയ കൊടുക്കാം. ഹദിയ പിന്നെ മിഠായി ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പിന്നെ എന്തെങ്കിലും പഠിക്കാൻ ആവശ്യമായ പുസ്തകങ്ങൾ കൊടുക്കാം, ഖുർആൻ കൊടുക്കാം, മുസല്ല കൊടുക്കാം, അങ്ങനെയൊക്കെ കൊടുക്കാം. ഗിഫ്റ്റ് പലതും. അപ്പൊ ഒരു കല്യാണം, ഒരു വീട് കാണാൻ വേണ്ടി ഒരു കുടുംബത്തിൽ കല്യാണം നടക്കാം. അപ്പൊ ഒരു കുടുംബത്തിലെ ആ കുടുംബത്തിലെ ആൾക്കാർ നമ്മളെ വീട്ടിലേക്ക് എന്ത് ചെയ്തു, വീട് കാണാനും പെണ്ണിനെ കാണലും കൂടി വന്നപ്പം അവരെന്ത് ചെയ്യാണ്, ഈ കുട്ടിക്ക് അവർ ഒരു ഗിഫ്റ്റ് കൊടുക്കണം, സമ്മാനം കൊടുക്കണം.
അതിന് തെറ്റൊന്നുമില്ല. സമ്മാനം കൊടുക്കാം, ഹദിയ കൊടുക്കാം. അത് ഹദിയന്റെ വിഷയം നമ്മൾ ഇവിടെ ക്ലാസ്സിൽ, സെൻട്രൽ ക്ലാസ്സിൽ വ്യക്തമായിട്ട് നമ്മൾ അതിന്റെ വിഷയങ്ങൾ പറഞ്ഞിരുന്നു. അത് നമ്മൾ കേൾക്കുമാണ്, എല്ലാവരും കേൾക്കണം, പഠിക്കണം ആവശ്യം. ഹദിയ കൊടുത്താൽ പിന്നെ അത് തിരിച്ച് പിന്നെ വാങ്ങണം, അതിന്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഹദിയ കൊടുത്തു. അപ്പൊ അതൊരു വലിയൊരു തെറ്റായി, വലിയൊരു കുറ്റായി നമ്മൾ കണക്കാക്കണ്ട. പക്ഷെ അതിനുവേണ്ടി മാത്രം ലക്ഷങ്ങൾ ചെലവാക്കി സൽക്കാരം വെച്ച് ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ മറ്റേ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിയായിട്ട് വരിയിൽ ഇങ്ങനെ വരിക. ഈ ആണിന്റെ പിന്നെ എന്താ പറയാ, പുരാപ്പളുടെ പെങ്ങന്മാര്, കസിൻസ്, മറ്റേന്ന് മറിച്ചൊക്കെ ഇങ്ങനെ 5, 10, 15 വണ്ടിയിൽ ഇങ്ങനെ വന്നിട്ട് ഇറങ്ങിയിട്ടുള്ള അത്തരം പരിപാടികൾ നടത്തുമ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. നമുക്ക് പിന്നെ നമ്മളെ അയൽപക്കത്തും നമ്മളെ പിന്നെ എന്താ പറയാ കുടുംബ ബന്ധത്തിലെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ പരമാവധി എന്ത് ചെയ്യാം, നമ്മൾ അതിന് വിട്ടു നിൽക്കും. പിന്നെ ദീനിന്റെ പ്രമാണങ്ങളിൽപ്പെട്ട ഒന്നാണ് മസ്ലഹത്ത്. അത് പ്രമാണമാണ്. അതെന്താന്ന് വെച്ചാൽ, ഇപ്പം ഞാന് ഒരു മൂത്ത കാരണവരാണ്. അപ്പം എന്റെ അഞ്ചന്റെ വീട്ടിലാണ് നടക്കുന്നത്. എനിക്കുള്ള തൗഹീദ് മാതൃശ്വം ആർക്കും കിട്ടില്ല, അഞ്ചന് കിട്ടി. പക്ഷെ ഞാനാണ് കാരണവരായിട്ട് അവിടെ വേണ്ട ആള് ഞാനാണ്. വാപ്പ മരിച്ചു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ വാപ്പാന്റെ സ്ഥാനത്തുള്ള ഒരാളെ ആയിരിക്കും, വാപ്പയാണ്, മക്കളാണ്. അപ്പൊ നമ്മളവിടെ ചെന്നില്ലെങ്കിൽ പല ആൾക്കാർ വരുന്ന സമയമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മളവിടെ കണ്ടില്ല, നമ്മളെ വീട്ടിലെ ആൾക്കാരാണ്. അപ്പൊ അവിടെ ഈ മസ്ലഹത്ത് എന്ന നിയമം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതില് പങ്കെടുക്കാം. അത് കാരണം അവിടെ അതിനേക്കാൾ വലിയൊരു പ്രശ്നം വരും. അതേതാണ്, കുടുംബ ബന്ധം തകരാന്നുള്ള വിഷയം വരും. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ അതിൽ പങ്കെടുക്കുകയും എന്നിട്ട്, കാരണം അത് ശിർക്കുമല്ല ബിദ്അത്തുമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുടുംബബന്ധം നോക്കാൻ പാടില്ല, ശിർക്കിനെ ബിദ്അത്തിന്റെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, അതിൽ നമ്മൾ അത് ആ ബന്ധം മുറിഞ്ഞു പോകുന്നതിനെ ഇതിനേക്കാൾ വലിയൊരു വിഷയമായിട്ട് കണ്ടിട്ട് നമ്മളതിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ അത് നടത്തുന്ന ആൾക്കാരോടും അത് വന്ന ആൾക്കാരോടൊക്കെ ഇതിന്റെ ഈ ഒരു തിന്മയെ പറ്റിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, നമ്മളെ ബാധ്യത എന്ത് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത്, അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇതാണ് നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ ഈ വിഷയത്തിൽ ഇതിന്റെ സാഹചര്യം, ചുറ്റുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ എന്നതാണ് ആ വിഷയവുമായിട്ട് പറയാനുള്ളത്. ഏറ്റവും ഹൈറായ കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏതായിരുന്നാലും അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ലാത്ത നമ്മളെ പിന്നെ ഭാര്യന്റെ ഏതോ ഒരു വീട്ടിൽ അല്ലെങ്കിൽ അളപ്പ് മുത്താപ്പ മക്കളുള്ള അങ്ങനെ അകന്ന ബന്ധുക്കളൊക്കെ എല്ലായിടത്തും വിളിക്കുമല്ലോ, അതിലൊന്നും പോയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതേസമയം നമ്മളെ സ്വന്തം വീട്ടിലാണെങ്കിൽ അതാണ്, സ്വന്തം വീട്ടിലാണെങ്കിൽ സ്വന്തം നമ്മൾ നിൽക്കേണ്ട സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് ഈ കാര്യങ്ങൾ പറയാം. ഈ ഭക്ഷണം കഴിക്കും, ഈ ഭക്ഷണം എന്തല്ല ബിദ്അത്തല്ല, ഈ ഭക്ഷണം ശിർക്കുമല്ല, ശിർക്കിന്റെ ഭക്ഷണമല്ല, ബിദ്അത്തിന്റെ ഭക്ഷണമല്ല, മറിച്ച് എന്താണ്, നമ്മുടെ നാട്ടില് നമ്മളിപ്പോ സൽക്കാരങ്ങളൊക്കെ പല ടൈപ്പ് സൽക്കാരം വെക്കണ മാതിരി മറ്റ് പല കാര്യങ്ങൾ ചെയ്യണ മാതിരി വന്നിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമല്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമല്ല, അത് സമൂഹത്തിൽ നിന്ന് പോകേണ്ട കാര്യമാണ്, അത് നല്ല കാര്യമല്ല. അപ്പൊ അതെന്ത് ചെയ്യണം, നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക, അവരോട് പറഞ്ഞു കൊടുക്കുക, അതാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇതിനൊക്കെ അടിസ്ഥാനം എന്താ, നമ്മുടെ പരലോകത്തേക്ക് നമുക്ക് ഭാരമാകണ പ്രയാസമാകുന്ന ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യാം, എടുത്ത് തരിക്കാതിരിക്കുക. അതാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം. അവനവന്റെ കാര്യം അവനവനെ ശ്രദ്ധിക്കുക. ആ കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു ഏറ്റവും ഹൈറായത് ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. വന്നുപോകുന്ന തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. രോഗങ്ങളിൽ മൂലമുണ്ടാകുന്ന മറ്റ് വിപത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.